ഹായ്, സജിത ഹിയർ. ഇന്ന് അമ്മ എന്ന് പറയുന്നൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അമ്മേ, ഞാൻ ബിബിയുടെ വീട് വരെ ഒന്ന് പോയി വരാം. അവൻ ഇതുവരെ ക്ലാസ്സിൽ വന്ന് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അധികം സംസാരിച്ചില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന ആദി അമ്മയോട് പറഞ്ഞു. ആദി +2-നാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അമ്മ മരിച്ച ചടങ്ങുകളെല്ലാം തീർന്നു കാണില്ലേ അവിടെ? എന്താണാവോ ക്ലാസ്സിൽ വരാത്തെ? ആരൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ കുറവ് അത് നികത്താൻ പറ്റുമോ? കുറച്ചുകൂടെ മുൻപ് അസുഖം കണ്ടെത്തിയിരുന്നേൽ ചിലപ്പോൾ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോൻ പോയി വാ, ക്ലാസ്സിലേക്ക് വരാൻ പറ ബിബിയോട്. അമ്മ ഭാഗ്യ പറഞ്ഞു. ഞാൻ പറയാം. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ടേ വരൂ. ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കണ്ട, ഞാനിങ്ങ് വന്നോളും. സാധാരണ പുറത്തു പോയാലുള്ള വിളി ഒഴിവാക്കാനായി അവൻ മുൻകൂർ ജാമ്യം എടുത്തു. എടാ, ബൈക്ക് എടുക്കണ്ടടാ. നീ അതേൽ പോയാൽ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാകില്ല. പറയുന്ന കേൾക്ക്. പോകാനായി അച്ഛൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭാഗ്യ പിന്നാലെ വന്ന് പറഞ്ഞു. ഫ്രെയിം ചെയ്ത് വെക്കാനല്ലേ ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചേക്കുന്നേ. കഴിഞ്ഞ മാസം വരെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഓടിക്കണ്ടെന്നായിരുന്നു. എന്തൊരു കഷ്ടം അത്. ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. എന്താ ഇവിടെ? അമ്മയുടെയും മോൻ്റെയും തർക്കം കേട്ട് അകത്തുണ്ടായിരുന്ന അച്ഛൻ അതിലിടപെട്ടു. ഇത് കണ്ടോ അച്ഛാ? ഇനി എപ്പോഴും എനിക്ക് വണ്ടി എടുക്കാൻ അമ്മ സമ്മതം തരുന്നേ? എപ്പോൾ എടുത്താലും ഉടക്കായി വരും. പരിഭവം പോലെ അവൻ പറഞ്ഞു. ഒരുപാട് സ്പീഡിൽ പോകരുതെന്ന് ഉറപ്പോടെ അവസാനം അച്ഛൻ അവനെ വണ്ടി എടുക്കാൻ സമ്മതിച്ചു. ആദിയുടെ അടുത്ത സുഹൃത്താണ് ബിബിൻ. കുറച്ചു നാൾ മുൻപാണ് അവൻ്റെ അമ്മ മരിക്കുന്നത്. കുടലിൽ ക്യാൻസർ ആയിരുന്നു. ലാസ്റ്റ് സ്റ്റേജിലാണ് അസുഖം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അച്ഛനും 2 ആൺമക്കളും അടങ്ങുന്ന ആ വീടിനെ അനാഥമാക്കി അവർ പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയില്ലാത്ത വീട് അതിൻ്റെ എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്നത് സത്യമാണെന്ന് ആ വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ അവന് തോന്നി. ഗേറ്റ് മുതൽ വീട്ടിലെ ഓരോ സാധനങ്ങളും അത്രമേൽ ഭംഗിയായാണ് അവൻ്റെ അമ്മ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അവരുടെ അഭാവത്തിൽ അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അവൻ്റെ അച്ഛൻ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. 2 ആഴ്ച കൊണ്ട് ആ മനുഷ്യൻ ഇത്ര വയസ്സനായിപ്പോയോ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. ബിബി എവിടെ അങ്കിളെ? സിറ്റ് ഔട്ടിലേക്ക് കയറി ആദി ചോദിച്ചു. അകത്തുണ്ട്, അങ്ങോട്ട് കയറി പൊക്കോ മോനെ. ബിബിയുടെ മുറി ചൂണ്ടി അയാൾ പറഞ്ഞു. ആകെ അലങ്കോലമായി കിടക്കുന്ന മുറിയിൽ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു. ആദി വന്നതും അവൻ്റെ കട്ടിലിരുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ആദ്യം അവൻ്റെ കൈകളിൽ തൊട്ടു. നീയോ? നീ വന്നത് ഞാൻ കണ്ടില്ല. എഴുന്നേറ്റിരുന്ന് ബിബിൻ പറഞ്ഞു. അവനോട് എന്ത് സംസാരിച്ചു തുടങ്ങണമെന്ന് ആദിക്ക് അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് അസുഖമാണെന്ന് കണ്ടുപിടിച്ച നാൾ മുതൽ അവൻ വളരെ സൈലൻ്റ് ആയിരുന്നു. അമ്മയുടെ മരണശേഷം മറ്റു ബന്ധുക്കളില്ലാതെ അവൻ ഇത്രയും അടുത്ത് ഇങ്ങനെ തനിച്ചു കിട്ടുന്നതും ആദ്യമായാണ്. അവൻ്റെ അനിയൻ ആരാ വന്നത് എന്നറിയാൻ ഒന്ന് എത്തി നോക്കി പോയി. ഒരാളുടെ മരണം ഈ 3 പേരെ എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നായിരുന്നു. നീ കണ്ടിരുന്നോ എൻ്റെ അമ്മയെ അവസാനായി? സംസാരിക്കാൻ തുടങ്ങിയത് ബിബി തന്നെയായിരുന്നു. കണ്ടെന്ന് ആദ്യം മൂളി. അവസാനത്തെ 2 ആഴ്ച അച്ഛൻ മാത്രമായിരുന്നു ആശുപത്രിയിൽ. ദൂരെ നിന്ന് കണ്ടുള്ളൂ. പക്ഷേ മരിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മ അല്ലെന്ന് എനിക്ക് തോന്നിപ്പോയടാ. ചിരിക്കുമ്പോൾ നുണക്കുഴി വിരിഞ്ഞിരുന്ന കവിളൊക്കെ ഒട്ടി, മുഖമൊക്കെ എന്തൊക്കെയോ ആയിപ്പോയിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അമ്മയുടെ കണ്ണുകൾക്ക്. ദേഷ്യം വരുമ്പോൾ ഒന്നുകൂടി വിടരുമായിരുന്നു. എത്ര പെട്ടെന്ന് അതൊക്കെ മാറി. ഒരു പേക്കോലം കണക്കെ. ബിബി ഇത് പറയുമ്പോൾ ആദ്യം അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അമ്മയുടെ അസുഖം അമ്മയെ കൊണ്ടുപോകുന്ന ഉറപ്പായപ്പോഴാണ് അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളുടെ 3 പേരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മ ഓരോന്ന് ഉണ്ടാക്കി തരുമ്പോൾ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ ആരും ചോദിച്ചില്ല.
അമ്മയുടെ ഇഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലടാ. നേരത്തിന് കഴിക്കാൻ എത്തിയില്ലെങ്കിൽ അമ്മ വഴക്ക് പറയുമ്പോൾ വല്ലാത്ത ദേഷ്യമായിരുന്നു. അമ്മ കഴിച്ചോന്ന് ചോദിക്കാൻ മറന്നു പോകുമായിരുന്നു. ഞങ്ങൾക്ക് വയ്യാതായാൽ അടുത്തുനിന്ന് മാറാത്ത അമ്മയോട് അമ്മയുടെ സുഖവിവരങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാറില്ല. പുറത്തു പോയാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിളിച്ചാൽ പോലും വഴക്കിടുമായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ആ വിളി ഉണ്ടാകില്ലല്ലോ. അമ്മ എന്നും അതുപോലൊക്കെ ഇവിടെ തന്നെ കാണുന്ന അഹങ്കാരമായിരുന്നു. ബിബിയുടെ വാക്കുകളിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടായിരുന്നു. നിനക്കറിയോ, നാളെ എൻ്റെ അമ്മയുടെ പിറന്നാളാ. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഓർത്തില്ല. അമ്മയെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, വയറുവേദന എന്ന് പറഞ്ഞ് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിർബന്ധിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അസുഖം കണ്ടുപിടിക്കായിരുന്നു. കുറച്ച് നാൾ കൂടെ ഉണ്ടായേനെ. തന്ന സ്നേഹം പോലും തിരിച്ചു കൊടുക്കാൻ സമയം തരാതെ ശിക്ഷിച്ചു കളഞ്ഞടാ. ബിബിയോടൊപ്പം ആദ്യം കരയുകയായിരുന്നു. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ആദിക്ക് അറിയില്ലായിരുന്നു. ഒപ്പം അവൻ്റെ മനസ്സിലും കുറേ ചിത്രങ്ങൾ കടന്നുപോയി. അവൻ്റെ അമ്മ 2 ദിവസത്തിനകം ക്ലാസ്സിൽ വന്ന് തുടങ്ങാമെന്ന് ബിബിയിൽ നിന്നും ഉറപ്പ് വാങ്ങിയിട്ടാണ് ആദി ആ റൂമിൽ നിന്നും പുറത്തു കടന്നത്. റൂമിന് പുറത്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് കരച്ചിലടക്കാൻ പാടുപെട്ട് നിന്നിരുന്ന അച്ഛനെയും അനിയനെയും കണ്ടില്ലെന്ന് നടിച്ച് ആദി പുറത്തേക്കിറങ്ങി. നെഞ്ചിലെ ഭാരം അവന് താങ്ങാവുന്നതിന് മുകളിലായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ആദി അവനെ സ്വയം വിലയിരുത്തുകയായിരുന്നു. എനിക്ക് ദോശ മതിയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കാലത്ത് ഇഡ്ഡലിയാണേൽ അതും പറഞ്ഞ് കഴിക്കാതെ എഴുന്നേൽക്കും. ക്ലാസ്സിലേക്ക് ഇറങ്ങുന്ന നേരാകുമ്പോഴേക്കും 2 ദോശയുമായി അമ്മ പിന്നാലെ വന്നിരിക്കും. അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കഴിച്ചോന്ന് ചോദിക്കാറില്ല. ഇടയ്ക്കിടെ വന്ന് തൊട്ടു നോക്കുന്നത് എന്തിനാ? ഒന്ന് ശല്യപ്പെടുത്താതെ പോയ അമ്മേ. മുഖമൊന്ന് വാടിയാൽ, പതിവില്ലാത്ത നേരത്ത് കിടന്നാൽ അമ്മയ്ക്ക് സമാധാനം ഇല്ലാതാകും. ആ അമ്മയ്ക്ക് ഇതുവരെ വയ്യാതാകുന്നത് താൻ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും താനത് കാണാത്തെ. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പുറത്തു പോയാൽ എനിക്ക് വരാനും അറിയാം. എന്തൊരു കഷ്ടമാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിളിച്ചാൽ ഇതാണ് താൻ പറയാറുള്ളത്. ആ വിളിയുടെ വിലയറിയാൻ ഒരിക്കലത് നിലയ്ക്കണം. അങ്ങനെ അവൻ ഓരോന്നാലോചിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല. സിറ്റൗട്ടിൽ തന്നെ അമ്മ അവനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ നോക്കിയിരിക്കുന്നതിന് വഴക്ക് പറയാറുള്ള അവൻ അന്ന് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ നൽകി. അമ്മ കഴിച്ചോ? ഭക്ഷണം അവന് വിളമ്പി നൽകിയപ്പോൾ പതിവില്ലാത്ത അവൻ്റെ ചോദ്യം കേട്ട് ഭാഗ്യമൊന്നും അത്ഭുതപ്പെടാതിരുന്നില്ല. ഇല്ല, അച്ഛനും അവൾക്കും കൊടുത്തു. നീ വരാതെ കഴിക്കാൻ തോന്നിയില്ല. ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഭാഗ്യ പറഞ്ഞു. അയ്യോ, നാളെ കാലത്തേക്ക് കടല വെള്ളത്തിലിട്ടില്ല. ഇപ്പം ചെയ്തില്ലെങ്കിൽ മറന്നുപോകും. കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പ്ലേറ്റിന് മുന്നിൽ നിന്നും അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ അമ്മയെ ആദ്യം തടഞ്ഞു. കഴിച്ചിട്ട് മതി, ഞാനും കൂടാൻ ബാക്കി പണികൾക്ക്. അമ്മയോട് അത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. എന്താടാ നിനക്ക് പറ്റിയേ? അവൻ്റെ താടിയിൽ പിടിച്ച് അത് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ലെങ്കിലും ഭാഗ്യയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ്റെ തെറ്റുകൾ തിരുത്തുകയായിരുന്നു. എല്ലാവരുടെയും പോലെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കും അന്നു മുതൽ അവിടെ പ്രാധാന്യമുണ്ടായിരുന്നു. അവൻ്റെ മാറ്റം ആ വീട്ടിലെ ബാക്കി 2 പേരെ കൂടി മാറ്റി തുടങ്ങി. ഒരാളുടെ നഷ്ടബോധമാണ് ഈ തിരിച്ചറിവുണ്ടാക്കിയത് എന്ന സങ്കടമുണ്ടെങ്കിലും തൻ്റെ തെറ്റുകൾ തിരുത്താൻ കഴിയുന്നതിൽ അവൻ സന്തോഷവാനായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കഴിഞ്ഞു. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.